ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിക്കാൻ പറ്റിയൊരു അടിപൊളി ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. നെറ്റി ഭാഗത്തേക്ക് മുടി വെളുത്തിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴായിരിക്കും നര കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കറുപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ്. നമ്മൾ മുടി കറുപ്പിക്കുന്നതിന് വേണ്ടി കെമിക്കലുകളൊക്കെ അടങ്ങിയ ഹെയർ ഡൈ മേടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാട്ടിൽ എത്രയോ നല്ലതാണ് നാച്ചുറലായിട്ടുള്ള ടിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി കറുപ്പിക്കുന്നത്. ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് നമുക്ക് തല കുളിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കയ്യിലൊന്നും പറ്റുമെന്നുള്ളൊരു പേടിയും വേണ്ട. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കറുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ഡൈയുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നതിന് ആദ്യമേ വേണ്ടത് നമ്മുടെ കരിഞ്ജീരകമാണ്. അളവൊന്നും പറയുന്നില്ല, നമ്മുടെ മുടിയിലേക്ക് എത്രത്തോളം വേണമോ അതിനനുസരിച്ചിട്ട് എടുക്കുക. കുറച്ചധികം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കരിഞ്ജീരകം എടുക്കുക. ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഈ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയാണ്. നമ്മൾ കറികളിലേക്കൊക്കെ വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി കുറച്ച് മാറ്റി വെക്കുക. ആ തൊലി കളയാതെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡൈ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ഈ കരിഞ്ജീരകത്തിൻ്റെ കൂടെ വെളുത്തുള്ളിയുടെ തൊലിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി നല്ലതുപോലെ വറുത്തെടുക്കുക. നല്ലതുപോലെ ബ്രൗൺ നിറമായി വരണം നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലി. ബ്രൗൺ നിറം എന്ന് വെച്ചാൽ ഒരു കറുത്ത കളറായി വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തീ കൂട്ടിയിട്ട് ഒന്നും തയ്യാറാക്കി എടുക്കണ്ട. ലോ ഫ്ലെയിമിലിട്ട് സാവധാനത്തിൽ ഇളക്കി ഇത് രണ്ടും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കുക. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഇളക്കി ഒരു കറുത്ത നിറമായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല. ഈ പൊടിച്ചെടുത്തത് നമുക്കൊരു ചെറിയൊരു ബോട്ടിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിനി ഡൈ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. ഒരു ഉണങ്ങിയ ബോട്ടിൽ നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പൊടി അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിനി അലോവേറ ജെല്ല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ല് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ല ബ്രാൻഡ് നോക്കി മേടിക്കുക. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഗ്ലിസറിനാണ്. അതേപോലെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സുളും കൂടി ഒരെണ്ണം പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കരിഞ്ജീരകവും നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയും കൂടി ഉണക്കി പൊടിച്ച പൊടിയിലേക്ക് അലോവേറ ജെല്ല്, ഗ്ലിസറിന്, അതേപോലെ വൈറ്റമിൻ ഇ ക്യാപ്സുൾ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്തു. ഇത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇതെല്ലാം കൂടി ആ രൂപത്തിലായി വരുന്നില്ല എങ്കിൽ നമുക്ക് വീണ്ടും അതിലേക്ക് അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ കുഴച്ചെടുക്കുന്ന പരുവം കറക്റ്റ് ആകുന്നില്ല എങ്കിൽ അതിലേക്ക് അലോവേറ ജെല്ല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ഹെയർ ഡൈ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ നെറ്റി ഭാഗത്തേക്ക് നേരം നമ്മളത് കറുപ്പിച്ചിട്ടില്ല, പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ആകെപ്പാട് വിഷമാവും, നര കാണുന്നല്ലോ, മുടി കറുപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുക, ഇതേലെ ഒരു അല്പം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ മുടി കറുത്തിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ നരച്ച മുടിയൊക്കെ കറുത്ത് വരുന്നതായിരിക്കും. അതേപോലെ നെറ്റി ഭാഗത്തൊക്കെ ഉള്ളില്ലാത്തവരാണെങ്കിൽ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡൈയിൽ ഒരു അല്പം അവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഭാഗത്തൊക്കെ മുടി ഉള്ളതായിട്ടും മുള്ളു തോന്നിക്കുന്നതായിട്ടൊക്കെ തോന്നും. അപ്പോൾ നമ്മുടെ മുടി കറുപ്പിക്കാൻ പറ്റിയൊരു അടിപൊളി ഹെയർ ഡൈ ആണ്. മുടിക്ക് ഒട്ടും തന്നെ കേട് വരികയുമില്ല. നമ്മൾ കെമിക്കലുകളൊക്കെ അടങ്ങിയ ഡൈ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ചീത്തയായി പോവുകയാണ് ചെയ്യുന്നത്. മുടി പൊട്ടിപ്പോവും, മുടി വളർച്ച മുരടിച്ചു പോവും, അതേപോലെ മുടിയൊക്കെ കമ്പ് പോലെയാകും. ഈ ഒരു ഹെയർ ഡൈ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കുക. നിങ്ങളുടെ മുടിക്ക് ഒട്ടും തന്നെ ദോഷം ഉണ്ടാവുകയില്ല. അതേപോലെ ഈ ഒരു ഡൈ തയ്യാറാക്കി നമുക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എപ്പോഴാവശ്യമുണ്ടോ അപ്പോഴതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. പുറത്തേക്ക് പോകുമ്പോഴോ വീട്ടിൽ നിൽക്കുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലോ തുണിയിലോ ഒന്നും ആകുമെന്നുള്ളൊരു പേടിയും വേണ്ട. ഇതിന് മുമ്പും ഞാൻ ഇൻസ്റ്റൻ്റായിട്ടുള്ള ഹെയർ ഡൈയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊരു അടിപൊളി ഡൈ ആണ്. യൂസ് ചെയ്തവരൊക്കെ നല്ല റിസൾട്ടാണ് പറഞ്ഞത്. നമ്മുടെ മുടി കറുപ്പിക്കാൻ പറ്റിയ അടിപൊളി ഹെയർ ഡൈ ആണ്.
അപ്പോൾ എല്ലാവരും കെമിക്കൽ ഡൈ ഉപേക്ഷിച്ചോളൂ. ഇതേപോലെയുള്ള നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി കറുപ്പിക്കാം. നമ്മുടെ മുടിക്ക് ദോഷം വരാതെ തന്നെ മുടി കറുപ്പിക്കാൻ പറ്റിയൊരു അടിപൊളി നാച്ചുറൽ ഡൈ ആണ്. ആരെയും കെമിക്കൽ ഡൈ ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കരിഞ്ജീരകം നമ്മുടെ മുടിക്ക് ദോഷമുള്ള ഒന്നല്ല. നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ് നമ്മുടെ കരിഞ്ജീരകം. അത് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ഡൈ വളരെ വളരെ ഇഫക്റ്റീവാണ് നമ്മുടെ മുടി കറുപ്പിക്കാൻ. അതേപോലെ മുടി വളർച്ചയ്ക്ക് ഒട്ടും തന്നെ ദോഷവും ഉണ്ടാവുകയില്ല. അപ്പോഴേ കെമിക്കൽ ഡൈ എല്ലാവരും ഉപേക്ഷിച്ചോളൂ. നമ്മുടെ നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാം. ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹെയർ ഡൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.